ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ റമലാനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ ഭയങ്കര തിരക്കിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതാ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്നിപ്പോൾ കാണിക്കുന്നത് ഒരു ഓയിൽ ഫ്രീ സമോസ റെസിപ്പിയാണ്. ഒട്ടും ഓയിൽ ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഈ സമോസ കഴിക്കാൻ ഓയിൽ പൊരിച്ചെടുക്കണം എന്നൊന്നുമില്ല. ഈ ഓയിൽ പറ്റാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കണം മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ സാധാരണ നമ്മൾ സമോസക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലോട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 4 സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് വഴറ്റാനിട്ടിട്ട് അതിലോട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ അധികം കാണിച്ചിട്ടില്ല, സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതിലോട്ട് ഞാൻ ഒരു കൈപ്പിടിയോളം ക്യാബേജ് അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ട് ആവശ്യത്തിന് മല്ലിയില കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ട് ചിക്കന് ചേർത്ത് കൊടുത്തു. ചിക്കന് ഞാനില്ല ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഇതാ പാകത്തിന് എൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നോർമലി നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ സവാള മാത്രമേ ചേർക്കാറ്. ഇപ്പോൾ ക്യാബേജും ക്യാരറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക. ഒന്നുകൂടെ ടേസ്റ്റ് തന്നെയാണ് കഴിക്കുമ്പോൾ. നമുക്ക് അതിൻ്റെ വെജിറ്റബിൾസ് അതിൽ ഇൻക്ലൂഡഡ് ആവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിഷ്ടമാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മൾ സമോസ ഷീറ്റ് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് അതിലോട്ടെല്ലാം ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ സമോസ ഷീറ്റ് മടക്കുന്നത് ഇത് പല രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ മടക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ചിലർക്ക് ഇതിലും ഈസി ആയിട്ട് മടക്കാൻ കഴിയുന്നവരുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാനിതാ അതിലേക്ക് ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് നമ്മുടെ മൈദയുടെ സ്ലറി വെച്ച് ഒട്ടിക്കണമെന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ നമ്മൾ സമോസ ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ എല്ലാ സമോസ ഷീറ്റും ഇതേപോലെ മടക്കിയിട്ട് എല്ലാത്തിലും ഫില്ലിങ് വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മൈദയിൽ ഞാൻ പറഞ്ഞല്ലോ, മൈദയുടെ സ്ലറിയിൽ മുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. ജസ്റ്റ് ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് വലിച്ചിട്ട് നമ്മളൊന്ന് ഫോൾഡാക്കി എടുത്താൽ മതി കേട്ടോ. ഓയിലിൽ മുക്കി പൊരിച്ച് സമോസ കഴിക്കാൻ പൂതിയുള്ളവരുണ്ടാവും, പക്ഷേ എന്ത് ചെയ്യാൻ, സമൂസ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഓയിൽ ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി സമൂസ കഴിക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ സമൂസ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ ആ ക്രിസ്പിനെസ്സോട് തന്നെ കൂടെ കഴിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ സമൂസ എല്ലാം ഇതേപോലെ തന്നെ ഫില്ലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ മൈദയിൽ ഒട്ടിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡാക്കി വെച്ചിട്ടുള്ളൂ. അത്രയും മതി നമ്മൾ ചെയ്യുന്ന പോലെ സമൂസ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിത് എയർ ഫ്രൈയിലാണ് സമൂസ റെഡിയാക്കി എടുക്കുന്നത്. എയർ ഫ്രൈയിൽ നമുക്ക് അടിപൊളിയായിട്ട് സമൂസ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനില്ല, സത്യം പറയട്ടെ, ബട്ടർ പേപ്പർ ഞാൻ വെക്കാൻ മറന്നു പോയതാണ്. ഈ നോമ്പ് തുറക്കാനുള്ള തിരക്കിൽ അതങ്ങ് മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബട്ടർ പേപ്പറെല്ലാം വിരിച്ച് കൊടുത്ത് അതിൻ്റെ മേലെ സമൂസ വെച്ച് കൊടുത്തിട്ട് ഒരു 200 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ 200 ഡിഗ്രി ടെമ്പറേച്ചർ ഒരു 5 മിനിറ്റ്സ് വെക്കട്ടോ വൺ സൈഡ്. എന്നിട്ട് ആ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു വശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ വശം നമ്മളെന്ത് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഈ 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞാൻ ഒരു 5 മിനിറ്റ്സ് കൂടെ വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സമൂസൊക്കെ അതിൽ കിടന്ന് ക്രിസ്പി വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സമൂസ നമുക്ക് കഴിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു ഓയിലെല്ലാം ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. ഓയിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഓയിൽ ഫ്രീ സമൂസ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ അതെല്ലാം ഒന്ന് ക്രിസ്പിനെസ് പോകും. അപ്പോൾ ആ കറുമുറായി കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി സമൂസ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഒന്ന് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുവരേക്കും. അസ്സലാമു അലൈക്കും.